ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം കേട്ടോ. അന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നേക്കുന്ന ഞങ്ങളുടെയൊക്കെ ടീനേജ് പ്രായത്തിൽ ഞങ്ങൾ ഒരുപാട് പാട്ടുകൾ കേട്ടതും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. റെജില നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷാഫിക്ക് പോയ വഴിയിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തതാണ്. എങ്ങനെയുണ്ട് ഷാഫിക്ക് നമ്മുടെ ഷോപ്പ്? അടിപൊളി, ഒരു വസ്ത്രലോകം. അപ്പോൾ സുർമ ഡിസൈൻ ഹബ്, സുർമ വെഡ്ഡിങ്സ് എന്നൊക്കെ പറയുന്ന ഈ സ്ഥലത്തേക്ക് ഈ ഫാഷൻ്റെ ഒരു പാഷനുള്ള എല്ലാവർക്കും കയറി നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാൻ അത്രയും കളക്ഷൻ ഇവിടെ കാത്തിരിപ്പുണ്ട്. അത് ചെറിയ വിലക്ക് കിട്ടുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നാട്ടിൽ സാധാരണ നമ്മളെ കഴുത്തിറക്കാത്തൊരു വിലക്ക് എന്തായാലും ഇവിടുന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ റജില പറഞ്ഞപ്പം ഇവിടുന്ന് വാങ്ങിക്കാതെ. റജിലാൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി ഇൻസ്റ്റയിൽ ഇവർ ഭയങ്കര ഫേമസ് ആണല്ലോ ഈ സുർമ. അപ്പോൾ ഇവർ കണ്ട് സാധാരണഗതിയിൽ അങ്ങനത്തെ ഒന്നും ഫോളോ ചെയ്യാത്ത ഒരാളാണ് പുള്ളിക്കാരി. എൻ്റെ പെൺകുട്ടികൾ രണ്ടാളാണ്, ആയിഷയും ഖദീജയാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പിന്നാലെ കൂടി പിന്നെ എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് ഒരു മീറ്റിംഗായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉറപ്പായിട്ടും ആ കടയിലൊന്ന് പോയി നേരിട്ട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കണം. അപ്പോൾ ഞാനത് നാട്ടുകാരോടും കൂടി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പരസ്യമാണെന്ന് വെച്ചാൽ പരസ്യമാണല്ലോ. അല്ലെങ്കിൽ ഒരാൾ അറിഞ്ഞൊരു കാര്യത്തെ പുറത്ത് പറയുന്നതിൻ്റെ പേരാ പരസ്യം എങ്കിൽ ഇത് പരസ്യമാണ്. എന്നിട്ട് പരസ്യം കേട്ടതുകൊണ്ട് മാത്രം വരണ്ട. എനിക്ക് മുമ്പേ ഞാനിത് പറയുന്നതിന് മുമ്പേ സുർമ എന്താണെന്നും ആരാന്നൊക്കെ ഞാനിവിടെ വന്നപ്പോൾ തന്നെ തിരുവനന്തപുരത്തുള്ള ടീമും മറ്റ് പല പ്രദേശത്തുള്ള ആളുകളും ഇവിടെ ഡെയിലി ഇങ്ങനെ കസ്റ്റമേഴ്സായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ ഭാര്യയും ഭർത്താവും എല്ലാവർക്കും അറിയാവുന്ന ടീമാണ്. പിന്നെ ഇവർ രാജ്യം മുഴുവൻ നടന്ന് എവിടെയൊക്കെ നമ്മളെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന സന്തോഷം തരുന്ന അടിപൊളി ഐറ്റംസ് മെറ്റീരിയലുകളുണ്ടോ നിങ്ങളെ അണിയിച്ചൊരുക്കാൻ വേണ്ടി അത് തിരഞ്ഞ് പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ഡിസൈനിൽ നിങ്ങളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അടിപൊളി പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയൊരു വലിയ പദ്ധതി ഓൾറെഡി കരുനാഗപ്പള്ളിയിൽ ഇതുണ്ട്. പക്ഷേ ഡിസംബർ മാസത്തിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ഇപ്പം കൺഫേം അല്ല, ഫസ്റ്റ് വീക്കിലോ മറ്റോ ആയിരിക്കാം. ഒരു വലിയ ഉദ്ഘാടനം വരുന്നുണ്ട്. അതിൻ്റെ വലിയ ഷോറൂമാണല്ലേ? വലിയ ഷോറൂം, എല്ലാം ലേഡീസും ജെൻസും ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഫാൻസി ഫുള്ളും റണ്ണിങ് എല്ലാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഫാൻസിക്ക് വേണ്ടിയിട്ട് വേറെ പോകണ്ട. ഇവിടെ താഴ്ന്ന് വരുമ്പം തന്നെ ഞാൻ പിന്നെ ഈ പറഞ്ഞ ചെരുപ്പിൻ്റെ ഐറ്റംസും ഫാൻസി ഉണ്ടോ? ഫാൻസി ഉണ്ടോ? അവിടെ അതിനേക്കാളും വലുപ്പത്തിൽ നമ്മളെ ഡൽഹിയിലെ ആ ചാന്ദിനി പാർക്ക് പോലെ ആണോ? അതുപോലെ നമുക്ക് പറയാം. അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു നമുക്ക് പറയാം. എൻ്റെ മക്കൾ തന്നെ ഒരിക്കൽ അവിടെ കൊണ്ടുവരുന്നു. അത് ഞാൻ ഒരു ലോകമാണത്. നമ്മുടെ ഉദ്ഘാടനത്തിന് റജില ഉറപ്പായിട്ട് വരുമെന്ന് പറഞ്ഞ് കൊണ്ടുവരണം. വരുമായിരിക്കും വിചാരിക്കുന്നു. കാണുമായിരിക്കുമല്ലോ. അവർ വരണമെന്ന് അവർ തന്നെ വിചാരിക്കണം. ഞാൻ ഒന്നിനും നിർബന്ധിക്കുന്ന ഒരാളല്ല ജീവിതത്തിൽ ആരെയും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ തോതിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അവർ അനൗൺസ് ചെയ്യും. ഞാൻ അതിൻ്റെ സൂചന തന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കച്ചവടം ആയിട്ട് മാത്രം ഒരു സംഗതിയെ കാണാതെ വെറും ലാഭേച്ഛയോടുകൂടി ചെയ്യാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി സാമൂഹ്യ സേവനം കൂടി ചെയ്യുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് ചുറ്റോടുള്ളവരാണ് അതിനെ നിലനിർത്തേണ്ടത്, അതിനൊപ്പം സഞ്ചരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഏരിയ കൂടി നമ്മൾ ഇതിനകത്ത് ആ ഒരു നന്മ കൂടി കാണാതെ പോരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും സുർമ വെഡ്ഡിങ്സിലേക്ക് സ്വാഗതം. ഇനി പുതിയ സ്ഥാപനത്തിലേക്ക് അതിനേക്കാൾ വലിയ സ്വാഗതം. കാരണം അവിടെ സ്വാഗതം ചെയ്യാൻ ഇഷ്ടംപോലെ പാർക്കിംഗ് പ്ലേസും എല്ലാ സംഭവങ്ങളും കൂടിയാണ് വരുന്നത് അല്ലേ? ഒരു പാട്ടും കൂടെ ഇപ്പോൾ അത് നമുക്ക് ഉദ്ഘാടനത്തിനൊന്ന് പാടാം. എനിക്ക് എന്താ ഞാൻ പാടാൻ? സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണേ റജില.